പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല ദിവസത്തെ ഓർത്ത് നന്ദി പറയുന്നു. എൻ്റെ ഹാർട്ടിലെ ബ്ലോക്കിന് 2 സ്റ്റെൻഡ് ഇട്ടു, വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, എല്ലാം കഴിഞ്ഞു. സുഖമായിട്ട് ഇതാ മുറിയിൽ വന്നിരിക്കുന്നു. എല്ലാം വളരെ സന്തോഷകരമായിട്ടിരിക്കുന്നു. പ്രാർത്ഥിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും 1000 നന്ദി. ഞാൻ അറിയുന്നവരും അറിയാത്തവരുമായി ഒത്തിരി മനുഷ്യർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എൻ്റെ പ്രാർത്ഥനയിലും നമുക്ക് വ്യക്തിപരമായി അറിയില്ലെങ്കിൽ പോലും നിങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് ഈ കത്തോലിക്ക സഭയിലെ പിതാക്കന്മാരോട് പറയാനുള്ളൊരു കാര്യമുണ്ട്. ഇത് അത്ര വലിയ ചെറിയ കാര്യമല്ല, ഉപദേശം കൊടുക്കുകയാണെന്നൊന്നും വിചാരിക്കരുത്. എൻ്റെ പ്രിയപ്പെട്ട പിതാക്കന്മാരെ, നിങ്ങൾ എത്ര വലിയ സ്ഥാനത്തിരിക്കുമ്പോഴും ആടുകളെ അന്വേഷിക്കാത്ത ഇടയനാകരുത്. ഇനി ആടുകളെ നേരിട്ട് അന്വേഷിക്കാൻ പറ്റുകയില്ലെങ്കിൽ ആട്ടിടയന്മാരോട് ചോദിക്കണം, എടാ നമ്മുടെ ആടുകളൊക്കെ എങ്ങനെയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ആട്ടിടയന്മാരോടെങ്കിലും ഒന്ന് സംസാരിക്കണം. നിങ്ങൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഈ പുരോഹിതരെ ഓരോരുത്തരെയും കാണാനെന്താ നിങ്ങൾക്ക് പറ്റാത്തത്? എടാ എന്നാ ഉണ്ട് കൊച്ചു, എന്നാ ഉണ്ട്, ഏതടവകയിലാണ് ഇരിക്കുന്നേ? അറിയാമെങ്കിലും ചോദിക്കണം, ഏതടവകയിലാണ് ഇരിക്കുന്നേ? അവിടുത്തെ ശുശ്രൂഷയൊക്കെ എങ്ങനെയുണ്ട്? കുമ്പസാരവും കുർബാനയൊക്കെ ഉണ്ടോ വെച്ചാ? എങ്ങനെയുണ്ട്? ഇടവകയിലെ പാവപ്പെട്ടവരെയൊക്കെ സ്നേഹിക്കുന്നുണ്ടോ? വീടുകളൊക്കെ സന്ദർശിക്കുന്നുണ്ടോ? അതോ പിരിവ് വരുമ്പോൾ മാത്രമേ അന്വേഷിക്കുന്നുള്ളോ? കുമ്പസാരിച്ചിട്ട് എത്ര നാളായി? എല്ലാം നേരെ പോകുന്നുണ്ടല്ലോ. വെരി ഗുഡ്. അടുത്ത് വിളിച്ചൊരു ആശീർവാദം കൊടുത്തങ്ങ് പറഞ്ഞു കൂട്ടണം. എത്ര പുരോഹിതരുണ്ടോ അത്രയും പേരെയും വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പിതാവേ അങ്ങ് ഇവരെ ഒന്ന് കേൾക്കാനൊരു നല്ല മനസ്സ് കാണിക്കണേ. എല്ലാ പിതാക്കന്മാരോടും പറയുകയാണ്, നിങ്ങളുടെ കീഴിലുള്ള ഓരോ പുരോഹിതരെയും വർഷത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ പബ്ലിക്കായി പൊതുവെ കാണാനല്ലെന്നേ. അച്ഛന്മാരുടെ സമ്മേളനം നടക്കുമ്പോൾ എല്ലാവരെയും കൂടെ പോയി നിങ്ങൾ എന്നാ കാണാനാ? പൊതുവിലുള്ള കാര്യം പറഞ്ഞിച്ച് പോകാനല്ല. വ്യക്തിപരമായിട്ട് അച്ഛനോട് ചോദിക്കണം, അച്ഛാ കുമ്പസാരിച്ചായിരുന്നോ? എത്ര നാളായി? പള്ളിയൊക്കെ എങ്ങനെ പോകുന്നു? കുർബാനയ്ക്കൊക്കെ എന്തുണ്ട്? കുർബാന ചെല്ലുമ്പോൾ എങ്ങനെയൊക്കെ ഉണ്ട് ജനത്തിൻ്റെ പ്രതികരണം? മാനസാന്തരം വല്ലതും സംഭവിക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചോദിക്കാൻ മനസ്സ് കാണിക്കാതെ നിങ്ങളെ കുറ്റപ്പെടുത്തി തന്നെ സംസാരിക്കുക. ചില വൈദികർ പറഞ്ഞ കാര്യമാണ്. അങ്ങനെയാണ് ഈ എറണാകുളം അങ്കമാലി രൂപത നശിച്ചത്. തെറ്റ് കണ്ടാൽ ശാസിക്കാൻ അപ്പനില്ലാത്ത ഒരു വീട് പോലെയായിപ്പോയി എറണാകുളം അങ്കമാലി രൂപത. അങ്ങനെ എന്തേ നിങ്ങൾ ചെയ്യാത്തത്? നിങ്ങൾ ഈ ഉദ്ഘാടനവും സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനവും നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട ശുശ്രൂഷ കഴിഞ്ഞിട്ട് ആർഭാടത്തിൻ്റെ ശുശ്രൂഷ എന്തേ അവസാനിപ്പിക്കാത്തത്? പള്ളി ഒരു കെട്ടിടം പണിതു, അല്ലെങ്കിൽ ഒരു സ്കൂൾ കെട്ടിടം പണിതു, അതിൻ്റെ ബ്ലസ്സിങ്ങിന് നിങ്ങൾ പോയില്ലല്ലോ, എന്താ കുഴപ്പം? എന്താ നിങ്ങൾ പോയില്ലല്ലോ, എന്താ കുഴപ്പം? എന്താ? ഏതെങ്കിലും ഒരു അച്ഛനെ വിട്ടിട്ട് ബ്ലസ് ചെയ്യാൻ പറയണം. ചെല്ലുന്നിടത്തെല്ലാം നിങ്ങളുടെ രൂപം കാണിക്കാനും നിങ്ങളുടെ ഫോട്ടോ കാണിക്കാനും. സത്യത്തിൽ നിങ്ങൾ ആള് കളിക്കാനല്ലേ പോണേ? ആളെ പിടിക്കാനല്ലല്ലോ പോണേ, ആത്മാവിനെ പിടിക്കാനല്ലല്ലോ പോണേ. സങ്കടത്തോടെ പറയുക. എനിക്ക് വേണ്ടി ബലിയർപ്പിക്കാൻ വന്ന മേജർ ആർച്ച് ബിഷപ്പ് അദ്ദേഹം എന്നോട് സ്നേഹത്തോടെ സംസാരിച്ചു. വേറൊരു പിതാവ് വന്നു, കുർബാന കഴിഞ്ഞ് ബലിപീഠത്തിൽ നിന്ന് അപ്പോഴേ വണ്ടിയൊക്കെ ഒരു സ്ഥലം വിട്ടു. എനിക്ക് വേണ്ടിയാണ് ബലിയർപ്പിക്കാൻ വന്നത്. വീൽ ചെയറിയിരിക്കുന്ന എന്നോട് സംസാരിക്കാൻ അദ്ദേഹത്തിന് സമയമില്ല. ഇത്രയും തിരക്ക് പിടിച്ച് നിങ്ങൾ എങ്ങോട്ടാ ഓടുന്നേ? എനിക്ക് മനസ്സിലാകുന്നില്ല. ആത്മാവിൻ്റെ കച്ചവടത്തിനും ആത്മാവിൻ്റെ നേട്ടത്തിനും വേണ്ടി ബിഷപ്പായി, മേജർ ആർച്ച് ബിഷപ്പായി ഒട്ടൊക്കെ ഒന്ന് കാണാൻ ചെല്ലുമ്പോൾ നിങ്ങൾ ആരാ? സത്യത്തിൽ അങ്ങനെ ചോദിക്കാനാണ് തോന്നുന്നേ. മുഖ്യമന്ത്രിയുടെ അടുത്തോട്ട് പോലീസുകാരെ അടുപ്പിക്കാത്തതുപോലെ നിങ്ങളൊക്കെ അകത്ത് നിൽക്കുന്ന നിങ്ങൾ ആരാ? യേശു ക്രിസ്തുവിന് ഇല്ലാത്ത തിരക്ക് നിങ്ങൾക്ക് എന്തിനാണ്? വലിയ വലിയ കാര്യങ്ങൾ നിങ്ങൾ പറയാതെ ദൈവജനത്തെ സ്നേഹിക്കാൻ, അവരുടെ കൂടെ നിൽക്കാൻ, അവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാതെ നിങ്ങൾ വലിയ വില കൂടിയ കാറുകളിൽ ചീറിപ്പാഞ്ഞ്. കഴിഞ്ഞ ദിവസം മേജറിനെ കാണാനായിട്ട് ഒരുത്തൻ കാറിൻ്റെ ഇടത്ത് കൈ കൊണ്ടൊരു തട്ട് കൊടുത്തിട്ടാ പുള്ളി കാറെ കയറി. പുള്ളി ആ മനുഷ്യനെന്തോ ചോദിക്കാൻ വന്നതാ. എൻ്റെ വീഡിയോ ഇപ്പോൾ യൂട്യൂബിൽ കിടപ്പുണ്ട്. നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്? നിങ്ങളുടെ പേര് കേൾപ്പിക്കാനോ? നിത്യനാശമായിരിക്കും ഫലം.
തന്നെയല്ല, ഞങ്ങളൊക്കെ ചെന്ന് വീഴുന്ന നരകത്തേക്കാൾ ഒത്തിരി താഴെയായിരിക്കും നിങ്ങൾ ചെന്ന് വീഴുന്നത്. ഞങ്ങളൊക്കെ ഞങ്ങളുടെ ആത്മാവിൻ്റെ കണക്ക് പറഞ്ഞാൽ മതി. നിങ്ങളങ്ങനല്ല. ഞങ്ങളുടെയൊക്കെ ആത്മാവ് നരകത്തിൽ പോയാൽ നിങ്ങളെയൊക്കെ അതിൽ ഭീകരമായി ദൈവം ശിക്ഷിക്കുകയല്ലേ. കഷ്ടമാ. എൻ്റെ പിതാക്കന്മാരെ 50 60 റിട്ടയർ ചെയ്തിരിക്കുന്ന ഓരോരുത്തരോടും പറയാം, റിട്ടയർ ചെയ്തിരിക്കുന്ന കുഞ്ഞിനൊന്നും ചെയ്യാനില്ലല്ലോ. നിങ്ങളുടെ തിരക്കൊഴിവാക്കുക. നിങ്ങൾ ദൈവജനത്തോട് ചേർന്ന് നിൽക്കുക. ആത്മീയ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുക. കോളേജ് പണിയാനും സ്കൂൾ പണിയാനും ആശുപത്രി പണിയാനും ഇതിനൊക്കെയാണ് നടക്കുന്നത്. ദേവാലയം, പുതിയ അച്ഛന്മാർ വന്ന ദേവാലയം പൊളിച്ചു പണിയാ. ആവശ്യമാണോ എന്ന് പോലും ചോദിക്കാൻ ആളില്ല. കഷ്ടമാണിത് കേട്ടോ. ഈ സഭയുടെ മുതൽ നശിക്കണമെന്നാണ് ഇന്നിപ്പോൾ പ്രാർത്ഥിക്കുന്നത്. സത്യം ഞാൻ പറയുക, സകല മുതലുകളും നശിക്കണം. ഓല കെട്ടിയ പള്ളികളായി ഇത് അവസാനിക്കണം. ഓലകെട്ട പള്ളിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം എന്തൊരു ദൈവസാന്നിധ്യമായിരുന്നു, എന്തൊരു ദൈവസ്നേഹമായിരുന്നു, എന്തൊരു കൂടപ്പുറപ്പ് സ്നേഹമായിരുന്നു, എന്തൊരു സഹോദര സ്നേഹമായിരുന്നു, എന്തൊരു സഭാ സ്നേഹമായിരുന്നു. സമ്പത്ത് വന്ന് കൂടിയതോടുകൂടി ഇതെല്ലാം നശിച്ചു. നിങ്ങളെല്ലാം മുതലാളിമാരും പാവപ്പെട്ട വിശ്വാസി തൊഴിലാളിമാർ അധപ്പതിച്ചു. ഈ അധപ്പതനത്തിൽ നിന്ന് മോചനത്തിന് വേണ്ടി പിതാക്കന്മാരെ നിങ്ങൾ കുറച്ചുകൂടെ തീക്ഷ്ണതയുള്ളവരായിരിക്കണമെന്ന് വലിയ സ്നേഹത്തോടെ പറഞ്ഞു വരുമ്പോൾ ചൂടായി പോകണമെന്ന് മാത്രമേ ഉള്ളൂ. ക്ഷമിക്കണം. നിങ്ങൾ കുറച്ചുകൂടെ ലാളിത്യവും സ്നേഹവും ആത്മാക്കളെ അന്വേഷിക്കാനുള്ള തീക്ഷ്ണതയും ഉണ്ടാകട്ടെ. അതിനുവേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കട്ടെ, നിയന്ത്രിക്കട്ടെ. ആമേൻ. ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരും, ഇത് ഓരോ പിതാക്കന്മാരോടും പരിചയമുള്ള ഓരോരുത്തർക്കും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് സഹായിക്കണേ. അവരുടെ അടുക്കൽ ചെല്ലട്ടെ. ആമേൻ.